ഈ യൂറിനറി ഇൻഫെക്ഷന് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണ് ഇതൊക്കെയായിട്ട് ഡോക്ടേഴ്സിനെ കാണാൻ ചെല്ലുമ്പോൾ അവർ പറയും വെള്ളം കൂടി കുറവാണ്, അതാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പറയും. നമുക്ക് വെള്ളം എന്തോരം കുടിക്കണം. നമുക്ക് സാധാരണ ഞാൻ നേരത്തെയൊക്കെ വിചാരിച്ചിരുന്നു നമുക്ക് ദാഹിക്കുമ്പം വെള്ളം കുടിക്കും, അത് മതി എന്നാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടാണ്, ഡോക്ടേഴ്സ് തന്നെയാണ് കൂടുതലും പറയാറുള്ളത്, ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും 10-12 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. അല്ലാതെ അത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാം. കാരണം നമ്മൾ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴല്ലോ നമ്മൾ 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ 1/2 ഗ്ലാസോ 1/4 ഗ്ലാസോ ഒക്കെ യൂറിൻ പോവുകയുള്ളൂ. കാരണം അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത്, അതൊന്ന് മനസ്സിലാക്കാം. അപ്പം ഈ വെള്ളം കുടിച്ചാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കും. ബ്ലഡ് ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ പറയില്ല കട്ടി, അത് കുറയും. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ പ്രത്യേകിച്ച് അറിയാൻ കാരണം വെള്ളം കുടിച്ചാണ് കൂടുതലും ആൾക്കാർ ഷുഗർ കുറച്ചൊക്കെ കുറയ്ക്കുന്നത്. വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂത്രം വഴി ഇങ്ങനെ ഇത് പൊക്കോളും, ഷുഗർ പൊക്കോളും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ആശ്വാസം കിട്ടും. പിന്നെ അടുത്ത കാര്യം, സകല ലവണങ്ങളും ഏത് ലവണമാണെങ്കിലും അതെല്ലാം ഈ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അതിലൂടെ ഈ പറഞ്ഞതുപോലെ ഇത് കിഡ്നിയൊക്കെ അരിച്ച് അതൊക്കെ പുറത്തേക്ക് പൊക്കോളും. പിന്നെ ഈ മസിൽസിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് ലാക്റ്റിക് ആസിഡ് ഇങ്ങനെയുള്ള പല ആസിഡുകളും പലയിടത്തും ഫോം ചെയ്ത് കിടക്കും. അപ്പോൾ എന്തായാലും കൂടുതൽ സാധനം എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതെവിടെയെങ്കിലും അടിഞ്ഞുകൂടുമല്ലോ ശരീരത്തിൽ. ഈ ശരീരത്തിന് വേണ്ടത് മാത്രമേ ഈ രക്തം വലിച്ചെടുക്കുള്ളൂ, ബാക്കിയല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ട്. അപ്പം ഈ അസിഡിക്കായിട്ടുള്ള എന്ത് വന്നു കഴിഞ്ഞാലും അതിനെയും പുറന്തള്ളുന്നത് ഈ നമ്മുടെ വെള്ളം കുടിച്ചിട്ട് അതിൽ കൂടിയാണ് ഇത് പോകുന്നത്. നമ്മൾ അത്യാവശ്യത്തിനെന്നല്ല, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ രാവിലെ നമ്മൾ കുളിക്കും ശരീരം ശുദ്ധമാകാനായിട്ട്. അതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ അകത്തുള്ള ഓർഗൻസൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ വെള്ളം കുടിച്ചേ പറ്റൂ. അത് ഒന്നിച്ച് കുടിക്കരുത്, കുടിക്കേണ്ട കാര്യവുമില്ല. രാവിലെ ഇപ്പം 2 ഗ്ലാസ് കുടിച്ചു, പിന്നെ ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 10-11 മണിയാകുമ്പോഴത്തേക്ക് 1-2 കുടിച്ചു, പിന്നെ ഒരു 3 മണി കഴിയുമ്പോഴോ അങ്ങനെ. പക്ഷേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മൾ രാത്രിയിൽ അത് ഒരു 6 മണി 7 മണി കഴിഞ്ഞിട്ട് കഴിയുന്ന വെള്ളം കുടിക്കരുത്. അതിന് വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മളുടെ ഉറക്കത്തിനുള്ള സുഖവും നമ്മുടെ ശരീരത്തിനുള്ള സുഖവും നോക്കിയിട്ടാണ്. കാരണം കൂടുതൽ ആ സമയത്തൊക്കെ വെള്ളം കുടിച്ചാൽ പിന്നെ നമ്മൾ ഇത് പുറത്ത് യൂറിൻ പാസ് ചെയ്യാൻ പോകേണ്ടി ഉറപ്പം നമ്മളുടെ ഉറക്കത്തിനൊക്കെ ഒരു ഭംഗം വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക.